യൂറോപ്യൻ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ തങ്ങളുടെ അപ്രമാദിത്വം തുടരുന്ന സ്പെയിൻ കരുത്തരായ ജോർജിയയെ തകർത്തുകൊണ്ട് തുടർച്ചയായ 5ാം വിജയം സ്വന്തമാക്കി. ഗ്രൂപ്പ് എയിൽ ഒരു മത്സരം മാത്രം ശേഷിക്കെ ഫുൾ മാർക്കോടെ മുൻനിരയിൽ നിൽക്കുന്ന സ്പെയിൻ ലോകകപ്പ് യോഗ്യത ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. തിബിലിസിയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്കാണ് യൂറോപ്യൻ ചാമ്പ്യന്മാർ ജോർജിയൻ പ്രതിരോധത്തെ തകർത്തത്. ശനിയാഴ്ച രാത്രി നടന്ന മത്സരത്തിൽ സ്പെയിനിന്റെ ആക്രമണ ഫുട്ബോളിലാണ് ജോർജിയൻ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. കളിയുടെ തുടക്കത്തിൽ തന്നെ സ്പാനിഷ് മുന്നേറ്റ നിര ആധിപത്യം സ്ഥാപിച്ചു. 11ാം മിനിറ്റിൽ മൈക്കൽ ഒയാർസബാലാണ് സ്പാനിഷ് ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. തുടർന്ന് 22ാം മിനിറ്റിൽ മാർട്ടിൻ സുബിമെൻഡി ലീഡ് ഇരട്ടിയാക്കി. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് 34ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് വല ചലിപ്പിച്ചതോടെ സ്പെയിൻ 3-0 സുരക്ഷിതമായ നിലയിലെത്തി. 2ാം പകുതിയിലും സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ശക്തി കുറഞ്ഞില്ല. 63ാം മിനിറ്റിൽ മൈക്കൽ ഒയാർസബാൽ തന്റെ 2ാം ഗോളും ടീമിന്റെ 4ാം ഗോളും നേടി വിജയം ഉറപ്പിച്ചു. ഒയർസബാലിന്റെ ഇരട്ട ഗോളുകൾ സ്പെയിനിന്റെ മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകി. മധ്യനിരയുടെ മികച്ച ഏകോപനവും പ്രതിരോധത്തിലെ കെട്ടുറപ്പും സ്പാനിഷ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഈ വിജയത്തിനിടയിലും സ്പാനിഷ് ക്യാമ്പിന് അപ്രതീക്ഷിത തിരിച്ചടിയേറ്റത് യുവതാരം ലാമിൻ യമാലിന്റെ മടക്കമായിരുന്നു. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിക്കാനായി സ്പാനിഷ് ക്യാമ്പിലെത്തിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് താരത്തിന് ബാഴ്സലോണയിലേക്ക് മടങ്ങേണ്ടി വന്നു. കഴിഞ്ഞ മത്സരങ്ങളിൽ സ്പെയിനിനായി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച യമാലിന്റെ അഭാവം വരും മത്സരത്തിൽ സ്പെയിനിന് ഒരു വെല്ലുവിളിയായേക്കാം. എങ്കിലും അദ്ദേഹത്തിന്റെ അഭാവം ജോർജിയക്കെതിരായ മത്സരഫലത്തെ ബാധിച്ചില്ല എന്നത് സ്പാനിഷ് ടീമിന്റെ ബെഞ്ച് സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. 5 കളികളിൽ നിന്ന് 5ഉം ജയിച്ച സ്പെയിൻ 15 പോയിന്റുമായി ഗ്രൂപ്പ് എയിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. ഒരു മത്സരം മാത്രം തോറ്റ തുർക്കിയ 12 പോയിന്റുകളുമായി 2ാം സ്ഥാനത്താണുള്ളത്. എങ്കിലും ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കാൻ സ്പെയിനിന് സാങ്കേതികമായി അടുത്ത മത്സരം വരെ കാത്തിരിക്കേണ്ടി വരും. ഈ ഗ്രൂപ്പ് എയിലെ ലോകകപ്പ് ടീമിനെ തീർപ്പാക്കുക നവംബർ 18-ന് സ്പെയിനും തുർക്കിയും തമ്മിൽ നടക്കുന്ന നിർണായക മത്സരഫലമായിരിക്കും. തുർക്കിക്കെതിരെ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ തോൽക്കാതിരുന്നാൽ സ്പെയിനിന് ലീഡോടെ തന്നെ ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കാൻ സാധിക്കും. ഒരു സമനില പോലും സ്പെയിനിന് 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സഹായകമാകും. എന്നാൽ തുർക്കിയ ഒരു അട്ടിമറി വിജയം നേടിയാൽ ഇരു ടീമുകളും പോയിന്റ് നിലയിൽ ഒപ്പത്തിനൊപ്പമെത്തും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ യോഗ്യതാ റൗണ്ടിലെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ തീരുമാനിക്കുന്നതിൽ ഗോൾ വ്യത്യാസം നിർണായകമാകും. നിലവിൽ ഗോൾ വ്യത്യാസത്തിൽ ബഹുദൂരം മുന്നിലാണ് സ്പെയിൻ എന്നത് അവർക്ക് അനുകൂല ഘടകമാണ്. സ്പെയിനിന്റെ പ്രതിരോധ നിരയുടെ ശക്തിയും മുന്നേറ്റ നിരയുടെ ആക്രമണ സ്വഭാവവും ഈ ഗോൾ വ്യത്യാസത്തിന് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം സ്പെയിനിനെതിരായ വിജയം അവരുടെ ലോകകപ്പ് പ്രതീക്ഷകൾക്ക് വലിയ ഉണർവ് നൽകും. സ്പെയിനിന്റെ ഈ കുതിപ്പ് മറ്റ് യൂറോപ്യൻ ടീമുകൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്.